മന്ത്രി വീണ ജോർജിനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ച KSU പ്രവർത്തകരുമായി ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ തെളിവെടുപ്പ് നടത്തുകയാണ്. പ്രതികളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ KSU പ്രവർത്തകരെയാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവരുന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. അജീഷ്, നടന്നത് ആക്രമണമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെയുള്ള വിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ പ്രതികളുമായുള്ള തെളിവെടുപ്പ്, അല്ലേ? ഇപ്പോൾ ഈ KSU പ്രവർത്തകർ 5 KSU പ്രവർത്തകരെയും ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. കണ്ണൂർ റെയിൽവേ പോലീസാണ് ഇവരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. കണ്ണൂർ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളവർ. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. മാർച്ച് 12 വരെയായിരുന്നു ഇവരെ റിമാൻഡ് ചെയ്തിരുന്നത്. ഇന്ന് രാവിലെയാണ് കണ്ണൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇവരെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. അതിനുശേഷം ഇവരെ പോലീസ് ജില്ലാ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയി. അതിനുശേഷമാണ് ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചത്. ഇവിടുത്തെ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായത്. ആരോഗ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായത് ഈ 1ാമത്തെ പ്ലാറ്റ്ഫോമിന് അകത്തേക്ക് കയറുന്നതിന് മുമ്പുള്ള കവാടത്തിൽ വെച്ചാണ്. മന്ത്രി അങ്ങോട്ടേക്ക് നടന്നു കയറുമ്പോഴായിരുന്നു ഈ പ്രവർത്തകർ കരിങ്കൊടിയുമായി ഈ മന്ത്രിക്ക് അടുത്തേക്ക് അടുത്തത്. പിന്നീട് പോലീസ് ഇവരെ തടയുകയായിരുന്നു. അതിനിടയിൽ മന്ത്രിക്ക് കയ്യേറ്റമുണ്ടായി എന്നാണ് മന്ത്രി ആരോപിക്കുന്നത്. അതിനുശേഷം മന്ത്രി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മന്ത്രി പുലർച്ചെ പത്തനംതിട്ടയിലേക്ക് മടങ്ങിപ്പോയത്. എന്തായാലും ഇപ്പോൾ വേണ്ടി ഇതുപോലെ ദാസവലഹിത പോലീസുകാരോട് പറയാനുള്ളത്, ഇതൊക്കെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. മര്യാദ, ഒരു നീതി നിയമമുണ്ട്. ഈ നാട് മുഴുവൻ കണ്ടതാ. മുദ്രാവാക്യം വിളിച്ചതിൻ്റെ പേരിലാണ് ഈ രൂപത്തിൽ കൊണ്ടുവന്ന്. എന്താ പ്രൊട്ടക്ഷൻ, എന്താ സംവിധാനം? ഇത് പിണറായി വിജയന് വേണ്ടി ഈ കേരളത്തിലെ ഡിവൈഎഫ്ഐക്കാർ കരിങ്കൊടി കാണിച്ചിട്ടില്ലേ, മുദ്രാവാക്യം വിളിച്ചിട്ടില്ലേ? ഇതിന് കൃത്യമായ രൂപത്തിൽ മറുപടി പോലീസിനെ കൊണ്ട് പറയിക്കും. എല്ലാ കാലവും പിണറായി വിജയൻ ഇവരെ കൂടെ ഉണ്ടാവും ഇവർ കരുതണ്ട. ഏത് പോലീസായാലും ഈ പോലീസാണ് ഈ കള്ളക്കേസ് ഉണ്ടാക്കിയത്. ആ കള്ളക്കേസ് ഉണ്ടാക്കിയ പോലീസ് ഏതവനായാലും അവനെ ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കൈകാര്യം ചെയ്യും, ഒരു സംശയവുമില്ല. എന്തായാലും ഈ പ്രവർത്തകരെ വലിയ കുറ്റവാളികളെ പോലെ വലിയ ബന്ധവസിൽ ഇങ്ങോട്ടേക്ക് തെളിവെടുപ്പിനെ കൊണ്ടുവന്നതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി ഇപ്പോൾ പ്രതിഷേധിച്ചത്. ഇപ്പോൾ ഇവിടെ ഈ GRP പോലീസ് സ്റ്റേഷനിൽ ഈ പ്രവർത്തകരെ കൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം. എന്തായാലും വലിയ പ്രതിഷേധം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ഈ തെളിവെടുപ്പിനിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരെ വലിയ കുറ്റവാളികളെ പോലെയാണ് പോലീസ് വലിയ സുരക്ഷാ സന്നാഹം ഒരുക്കി കൊണ്ടുവന്നത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ആരോപിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ തെളിവെടുപ്പിനിടെ ഇവർ പ്രതിഷേധം നടത്തുകയും ചെയ്തു. എന്തായാലും തെളിവെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ ഈ പ്രവർത്തകരെ ഈ പോലീസ് സ്റ്റേഷനകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. റെയിൽവേ പോലീസാണ് ഇതിൽ കേസ് എടുത്തിട്ടുള്ളത്. ഈ ആരോഗ്യമന്ത്രിയുടെ ഗവൺമെൻറ് പരാതിയിലാണ് ഈ പ്രവർത്തകർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുള്ളത്. എന്നാൽ ഈ കേസിന് ആസ്പദമായിട്ടുള്ള ദൃശ്യങ്ങളൊന്നും ഇതുവരേക്കും പോലീസിനും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന ദൃശ്യങ്ങളിലൊന്നും ഈ പ്രവർത്തകർ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്നു എന്ന തരത്തിലുള്ള തെളിവുകളില്ല. ഇവിടുത്തെ ഈ റെയിൽവേ സ്റ്റേഷന് മുന്നിലെ കവാടത്തിന് മുന്നിലെ CCTV പരിശോധിച്ചപ്പോഴും ഈ കയ്യേറ്റം ചെയ്യുന്നതായി അടക്കമുള്ള തെളിവുകളൊന്നും കിട്ടിയിരുന്നില്ല. എന്തായാലും വലിയ പ്രതിഷേധം ഈ തെളിവെടുപ്പിനിടെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ KSU പ്രവർത്തകരുമായുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പുരോഗമിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.